ഗൈസ്, വെൽക്കം ടു ജെ ഫാമിലി. ഇന്ന് വിഷു തലേന്നാണ് കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. കമന്റ് ചെയ്യുന്നത് സ്മീൻ ചേട്ടനാണ് ഗൈസ്. നാളെ വിഷുക്കണി കാണിക്കാൻ പോകുന്നത് സ്മീൻ ചേട്ടനാണെന്നാണ് പറയുന്നത്. ഞാനിപ്പോ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ കയറാൻ പോവാണ്. തങ്കോടെ ഉണ്ട്. നമ്മൾ ഇന്ന് രാത്രി വേണം വിഷുക്കണി വെക്കാൻ. ഗൈസ്, അപ്പം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പോയി. ഇപ്പം സമയം ഇവിടെ 9 മണിയാണ് കേട്ടോ രാത്രി. ഇനി പോയിട്ട് വേണം എനിക്ക് റെഡി മേല് കഴുകണം, വിഷുക്കണി വയ്ക്കണം, എന്നിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. എന്നിട്ട് വേണം രാവിലെ എനിക്ക് വിഷുക്കണി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാനും ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. എനിക്കൊന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. എനിക്കൊന്ന് ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ കുറച്ചുകൂടി നമ്മളങ്ങനെ നമ്മുടെ റൂട്ട്സ് ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിഷുക്കണിയൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ലെറ്റ്സ് ഡു ഇറ്റ്. പിച്ചപ്പൂനൊക്കെ വിഷുക്കണി കാണിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ഓർക്കാൻ പറ്റില്ല. അപ്പോൾ തങ്കു ഇപ്പോൾ പോവും. നാളെ നമ്മൾ വിഷു ആഘോഷിക്കും. സോ ഐ തോട്ട് ലെറ്റ്സ് മേക്ക് എ സ്മോൾ വ്ലോഗ്. തങ്കു ഓൾറെഡി കുറച്ച് സാധനം നമുക്ക് കണിക്കൊന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. തങ്കു ഇവിടുന്ന് വാങ്ങിയ 4 പൗണ്ട് കൊടുത്ത് വാങ്ങിയാണ് കേസ്. 4 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാട്ടിലെ 400 രൂപയാണ്. 400 ക്യാരറ്റോ? എക്സൈറ്റഡ് ആണോ? വിഷു കൈ നീട്ടമുണ്ടോ നാളെ ഞങ്ങൾക്ക്? എനിക്കും കിച്ചപ്പൂനും. സീരിയസ്ലി ഉണ്ടോ? ശരിക്കും? ഓ ഗൈസ്, ഞങ്ങൾക്ക് വിഷു കൈ നീട്ടമൊക്കെ കിട്ടിയിരുന്നാണ് പറയണത്. ഓക്കെ, ആവശ്യത്തിന് നല്ല പണിയുണ്ട്. മുഴുവൻ അടിച്ചു വാരി തുടച്ച് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആദ്യം ഞാൻ ഒന്ന് പോയിട്ട് മീൻ കഴിക്കട്ടെ. കിച്ചപ്പൂ നല്ല ഉറക്കത്തിലാണ്. അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഞാൻ മേല് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ട്. രാവിലെ തൊട്ട് ഞാൻ അധികം ഫുഡൊന്നും ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. ഈ നേരം ആയതുകൊണ്ടും അധികം എനിക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ എൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ഒരു വെജിറ്റബിൾ മാഗി ഉണ്ടാക്കും. നമ്മൾ പണ്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു മാസത്തിലൊരിക്കലാണല്ലോ സപ്ലൈക്കോ അങ്ങനെയൊക്കെ പോവാം. അപ്പോൾ അവിടെ നിന്നായിരിക്കും മാഗിയുടെ ഒരു വലിയ പാക്കറ്റ് വാങ്ങിക്കുക. എന്നിട്ട് അന്ന് രാത്രി വെജിറ്റബിൾ മാഗി ആയിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലൊന്നും എനിക്ക് ഉണ്ടാക്കാനേ കിട്ടില്ല. ഞാൻ എത്ര ഉണ്ടാക്കിയാലും ആ ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. എനിക്ക് സാധാ പ്ലെയിനും ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ രാത്രിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പ്ലെയിനൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാനാണ് നമുക്ക് തോന്നുള്ളൂ. പിന്നെ ഹെവി ആയിട്ട് കഴിക്കാമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്കൊന്ന് സെറ്റായ ശേഷം നമുക്ക് വിഷുക്കണിയിലേക്ക് കിടക്കാം. പ്ലീസ് മാഗി ആവുന്ന വരെ നമുക്ക് കുറച്ച് നേരം പേളി മണി ഷോ കണ്ടിരിക്കാം. പ്ലീസ് നമ്മൾ വിഷുക്കണി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വിഷുക്കണി വയ്ക്കാൻ പോവാണ്. നമുക്ക് ആദ്യം വീടൊന്ന് വൃത്തിയാക്കാം. നല്ല രീതിയിൽ പണിയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ഈ നിലം തുടയ്ക്കാറോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ നിലത്താണ് വിഷു ആണ് ഒരുക്കുന്നത്. നമുക്ക് ആ ടേബിളിൽ ഒരുക്കാൻ എനിക്ക് ചെയ്യാമെന്ന് തങ്കു പറയണ്ടായി. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ നിലത്തിരുന്ന് വിഷു കണ്ടിട്ടാണ്, വിഷുക്കണി നിലത്ത് ചമ്രം പണിഞ്ഞിരുന്ന് കണ്ടിട്ടാണ് എനിക്ക് ശീലം. അതുകൊണ്ട് എനിക്ക് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയറിലിരിക്കണം. അതൊന്നും നമുക്ക് ശരിക്കൊരു ഫീല് കിട്ടില്ല. അപ്പം ഞാൻ നിലത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത തവണയാകുമ്പോഴേക്കും നമുക്ക് വിഷുക്കണിക്കുള്ളൊരു ടേബിളോ അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റിലുള്ള ടേബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. കഴിഞ്ഞ തവണയും നമ്മളിവിടെ മുമ്പിൽ ഞാൻ വിരിച്ചത് നിലത്ത് തന്നെയാണ് വിരിച്ചത്. അതുപോലെ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്ലിപ്പേഴ്സ് വീട്ടിലിടുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് അത് ഊരി വയ്ക്കാതെ എനിക്ക് പൂജാമുകളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. പൊതുവേ നമ്മളങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. ആദ്യം തന്നെ നല്ല രീതിയിലൊന്ന് തുടയ്ക്കട്ടെ കേട്ടോ. നല്ല രീതിയിൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ വീട് തുടയ്ക്കാറൊന്നുമില്ല, എന്നും അടിച്ചുവാരി ക്ലീൻ ചെയ്യുന്നല്ലാതെ. തങ്കു പോകുന്നതിന് മുമ്പ് എല്ലാ പെട്ടികളും താഴെ ഇറക്കി തന്നിട്ടാണ് പോയത്. കാരണം എല്ലാം മുണ്ട് സാരി എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ നമ്മൾ തുടച്ചതൊന്ന് ഉണങ്ങുന്ന വരെ നമുക്ക്
വിഷുക്കണിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കാം. നമ്മുടെ വീട്ടിലുള്ള, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വിഷുക്കണിയിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അതായത് ധാന്യങ്ങളാണെങ്കിലും ശരി, പഴങ്ങളാണെങ്കിലും ശരി, എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ മാത്രം കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വയ്ക്കാറ്. പല രീതിയിൽ ആൾക്കാർ വിഷുക്കണി വെക്കും കേട്ടോ. ചില ആൾക്കാർ വളരെ ചുരുക്കി വെക്കും, ചിലവർ ഭയങ്കര ആഡംബരമായിട്ട് വെക്കും. അതൊക്കെ അവരവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിഷു ഒരുക്കാം. നമ്മുടെ വീട്ടിലൊരുക്കുന്ന വിഷുക്കണിയാണ്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ, നമുക്ക് എന്തൊക്കെ വെച്ച് അലങ്കരിക്കാൻ പറ്റുമോ അതെല്ലാം വെച്ച് നമുക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയണത്. ഗൈസ്, ഞാൻ എൻ്റെ വിഷുക്കണി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ രാവിലെ ഇപ്പം തന്നെ ആ ചന്ദനത്തിൻ്റെ മണം നമുക്ക് വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഇതെൻ്റെ 4ാമത്തെയോ 5ാമത്തെയോ വിഷു കണി ഒരുക്കുന്ന കേട്ടോ. പണ്ടൊക്കെ കല്യാണം കഴിയണ വരെ അച്ഛയും അമ്മയും തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ രാവിലത്തെ കണി കാണുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട ശേഷമാണ് തങ്കുവിൻ്റെ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്. കാരണം അവിടെ അമ്മ ഉഷാമ ഭയങ്കര ചെറിയ രീതിയിലാണ് വെക്കാറ് വിഷുക്കണി. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര വലിയ രീതിയിലാണ് വിഷുക്കണി വെക്കുക. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് രാവിലെ പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഓറയായിരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക് വിഷുക്കണി വെച്ച് കൊടുക്കാൻ. അപ്പം അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വിഷുക്കണി വെച്ച് തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4 5ാമത്തെ തവണയായിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛയും അമ്മയും കാണിച്ചു തന്ന വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കുന്നത് ആ രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഇത് ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങും. എന്നിട്ട് നാളെ രാവിലെ ഇപ്പോൾ തങ്കു എന്തായാലും 6:30 ആകുമ്പോഴേക്ക് എത്തും. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എന്തായാലും എണീക്കണം. അപ്പം ഞാൻ എണീറ്റിട്ട് കുളിക്കൊന്നുമില്ല. വിഷുക്കണിക്ക് കാൽമുഖമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിളക്ക് കൊളുത്തും, എല്ലാം റെഡിയാക്കി വയ്ക്കും. ഇവിടെ ചന്ദനവും കുങ്കുമം ഞാൻ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചാലിച്ച് വയ്ക്കും. എന്നിട്ട് ഓരോരുത്തരായിട്ട് പോയി വിളിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് എനിക്ക് വിഷുക്കണി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നല്ല ഉറക്കത്തിലായിരിക്കും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കുണ്ട് വിഷുക്കണി കാണാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മനസ്സിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ
അമ്മ ഇങ്ങനെ വന്ന് വിളിക്കും, അമ്മ അല്ലെങ്കിൽ അച്ഛനായിരിക്കും, രണ്ടുപേരിൽ ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു വിഷമമുണ്ട് പോണതിൻ്റെ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ വിഷുക്കണി കാണുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാരണം വിഷു കൈനീട്ടം കിട്ടും, അതും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഉറക്കത്തിൽ അപ്പോൾ രേവും നന്ദുവും ഞങ്ങൾ മൂന്നിനും കൂടി ഇങ്ങനെ പിടിച്ചിങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഇങ്ങനെ വരിവരിയായിട്ട് ഞങ്ങൾ ഇരുത്തും. അല്ല കേട്ടോ, ഓരോരുത്തരായിട്ടാണ് കൊണ്ടുവരും അച്ഛാ. അപ്പോൾ ആദ്യം എന്നെ കൊണ്ടുവരും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് രേവു അങ്ങനെ നന്ദു അങ്ങനെ 3 പേരും വന്നിരുന്ന ശേഷം ഇവിടെ ഒരു കിണ്ടിയിൽ ഞാൻ വെള്ളം വെച്ചിട്ടില്ല, വെള്ളം വെക്കണം. അപ്പോൾ കിണ്ടിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും, അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ തൊട്ടുമ്പോൾ ഭയങ്കര ഒരു കുളിർമ ഇങ്ങനെ നമ്മൾ ലൈക്ക് അത്രയും ഉറക്കത്തിലാണല്ലോ. അപ്പോൾ ആ ഉറക്കത്തിലിങ്ങനെ പെട്ടെന്നൊരു നല്ലൊരു കുളിർമ ഇങ്ങനെ വരുമ്പോൾ അപ്പം പിന്നെ അതിൻ്റെ മണം, ചന്ദനത്തിൻ്റെ മണം, അതിൻ്റെ കൂടെ ടി വിയിൽ അല്ലെങ്കിൽ ഫോണിലോ ആയിട്ട് നമ്മൾ ഇത് വെച്ചിട്ടുണ്ടാവും, തുളസി മന്ദാരോ അല്ലെങ്കിൽ കണി കാണും നേരം വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഫീല് അതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. ആ ഫീലിങ്ങനെ കണ്ണൊക്കെ നനച്ച് അപ്പോഴേക്കും അച്ഛനവിടെ ഇങ്ങനെ ചന്ദനം തേച്ച് തരും, അച്ഛനും അമ്മയാണെങ്കിലും ചന്ദനം അവിടെ തേച്ച് തരും. അതിൻ്റെ മണവും ആ ചന്ദനത്തിൻ്റെ ഒരു കുളിർമയും അതിൽ നമ്മളിങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അത്രയും വിളക്കിൻ്റെ ഉള്ളിൽ, അത്രയും വിളക്കിൻ്റെ നടുവിലായിട്ട് അത്രയും വെളിച്ചത്തിൽ കൃഷ്ണൻ, അതിൻ്റെ കൂടെ ഈ മുഴുവൻ വിഷുക്കണി കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അയ്യോ അത് ഭീകര ഫീലാണ്. അതിലേറ്റവും രസം എന്ന് പറയണത് അതിൻ്റെ ഇടയിൽ കണ്ണാടിയിൽ നമ്മളെ കാണുമ്പോഴാണ്. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഒരു എല്ലാ വിഷുക്കണിയും ഞാൻ കണ്ട ആ ഒരു ഫീൽ എനിക്കിപ്പോഴും കിട്ടും. അത്രയും രസമാണ് വിഷുക്കണി കാണുക എന്നുള്ളത്. ഈ ഫ്രൂട്ട്സിൻ്റെ മണവും എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ. സാമ്പ്രാണിയുടെ മണവും ചന്ദനത്തിൻ്റെ മണവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷുക്കൈ നീട്ടം കിട്ടുക എന്നുള്ളതാണ് അതിനേക്കാളും വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള. ഇവിടെ പിന്നെ വിഷുക്കൈ നീട്ടം അങ്ങനത്തതൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. തങ്കു ഞങ്ങൾക്ക് വിഷുക്കൈ നീട്ടം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. നമ്മുടെ വിഷുക്കണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 12 മണിയാണ്. വീട് മുഴുവൻ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ ഇനി നമുക്ക് കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് വിഷുക്കണി കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ.